ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നാളെ നിങ്ങളുടെ അതായത് +1 ഏകജാലക അപേക്ഷ തുടങ്ങുകയാണ്. അത് എങ്ങനെയൊക്കെ അപേക്ഷിക്കണം, അതിന് എന്തൊക്കെ ഡോക്യുമെൻ്റ് ആവശ്യമുണ്ട് എന്നൊക്കെ പറയാനാണ്. നിങ്ങൾ മുൻഗണനാക്രമം അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് വസ്തുതയാണ്. നിങ്ങൾ സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ, ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള സ്കൂളായിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്നും പോയി വരാൻ പറ്റുന്ന സ്കൂളായിരിക്കാം. ആ ക്രമത്തിൽ വേണം കൊടുക്കാൻ. ഫസ്റ്റ് നിങ്ങൾക്ക് സയൻസ് വിഷയമാണ് ഓക്കെ ആണെങ്കിൽ സയൻസിനാണ് ഫസ്റ്റ് മുൻഗണനാക്രമം കൊടുക്കേണ്ടത്. അതിന് ശേഷമേ കൊമേഴ്സ് കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമേ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന സ്കൂളുകൾ, അവിടെ എന്തൊക്കെ കോഴ്സുകളുണ്ട് എന്ന് നിങ്ങൾ ആദ്യമൊന്ന് അന്വേഷിക്കണം. സുഹൃത്തുക്കൾ വഴിയോ മറ്റോ അന്വേഷിക്കുക. അതിനുശേഷം നിങ്ങൾ മുൻഗണനാ ക്രമം ഒന്ന് സെറ്റാക്കുക. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സ്കൂളിൽ സയൻസാണ് വേണ്ടതെങ്കിൽ അത് ഫസ്റ്റ് കൊടുക്കുക. അതിനുശേഷം അതിന് കുറച്ച് അടുത്ത സ്കൂളാണെങ്കിൽ അതിനുശേഷം വീണ്ടും സയൻസ് കൊടുക്കുക. അങ്ങനെ ക്രമത്തിൽ നിങ്ങൾക്ക് മുൻഗണനാ ക്രമത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സയൻസ് വിഷയമാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതല്ല കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് കൊടുക്കുക. ബയോളജി സയൻസ് ആണെങ്കിൽ അത്, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും അതുപോലെ കോഴ്സും നമ്മുടെ ആഗ്രഹത്തിന് വേണം കൊടുക്കാൻ. അതിനുശേഷം ഒരു വട്ടം നിങ്ങളെല്ലാം സയൻസ് കൊടുത്തു എന്നിരിക്കട്ടെ. അതിനുശേഷം നിങ്ങൾ രണ്ടാമത് കൊമേഴ്സിനാണ് മുൻഗണന നൽകുന്നതെങ്കിൽ രണ്ടാമത് നിങ്ങൾക്ക് മുൻഗണനാ ക്രമത്തിലുള്ള സ്കൂളുകൾ, നിങ്ങളുടെ അഭിരുചിക്കുള്ള സ്കൂളുകൾ തിരഞ്ഞെടുക്കുക. അത് സെക്കൻഡ് പാർട്ടായിട്ട് കൊടുക്കുക. ആദ്യം ഓർക്കുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്, ഇഷ്ടപ്പെട്ട സ്കൂളും. അതിനുശേഷമേ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കൊമേഴ്സ് അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതു വിഷയമായിക്കോട്ടെ അത് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ അത് കംപ്ലീറ്റ് കൊടുത്ത് അങ്ങനെ വേണം അപേക്ഷ സെറ്റ് ചെയ്യാൻ. അല്ലാതെ നിങ്ങൾ ഒരു ഓർഡറുമില്ലാതെ ഒരു 10 സ്കൂൾ എടുത്ത് അതിൽ ഏതെങ്കിലും ഇങ്ങനെ കൊടുത്തിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സ്കൂളോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വിഷയമാണ് കിട്ടിയിരുന്നതെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് അത് മുഴുവൻ താളം തെറ്റും. അപ്പോൾ അത് കൂട്ടുകാർ നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ് ഹാജരാക്കണം മീൻസ് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ് ഓൺലൈനിൽ അപേക്ഷ കൊടുക്കുമ്പോൾ കയ്യിൽ വേണം എന്നതാണ് അടുത്തത് പറയുന്നത്. നമുക്ക് SLC ബുക്ക് ഇല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് അധികം പേർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതിൽ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, ജനനത്തീയതി, മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ വേണം. പെട്ടെന്ന് നമ്മൾ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങളുടെ SLCൻ്റെ പ്രിൻ്റ് ഔട്ടിൽ അതിന് രജിസ്റ്റർ നമ്പർ ഉണ്ടാകും. അതുപോലെ മറ്റു കാര്യങ്ങളും അഡ്രസ്സുമൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് കൊടുക്കാൻ വളരെയധികം പ്രയോജനപ്പെടും. അതുപോലെ നിങ്ങളുടെ ആധാർ നമ്പർ, അതുപോലെ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫോണോ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കുന്ന ഒരു മൊബൈലായി കഴിഞ്ഞാൽ അത്രക്കും നല്ലത്. അതിന് OTP, ഈ നടപടിക്രമം അവസാനിക്കുന്നത് വരെയും അഡ്മിഷൻ നമ്മൾ ഓരോ അലോട്ട്മെൻറ്റ് പുതുക്കാനും മറ്റും ആവശ്യമായി വരും. അതുകൊണ്ടാണ് ആ ഫോൺ നമ്പർ നമ്മൾ ഏറ്റവും അത്യാവശ്യമായ രീതിയിൽ ക്രമപ്പെടുത്തുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കൊരു ഇമെയിൽ ID സെറ്റ് ചെയ്ത് അതിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ NSS ക്യാമ്പോ NCCയോ
മറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് അതിൽ ലഭിക്കും. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റോ മറ്റോ രേഖകളോ അതുപോലെ നിങ്ങൾ കലോത്സവത്തിനോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്കും അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഗണിത ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, മറ്റു ക്ലബ്ബുകൾ അതിലും എക്സ്ട്രാ മാർക്കുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യാൻ വിധത്തിൽ നിങ്ങൾ അതിൻ്റെ രേഖകളൊക്കെ സെറ്റ് ചെയ്യണം. ഇതൊക്കെ ആയിട്ട് വേണം കൂട്ടുകാർ നാളെ പോകുമ്പോൾ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധാപൂർവം ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം അപേക്ഷിക്കാൻ. അപ്പോൾ ഇനിയും തുടർന്ന് വീഡിയോ വരുന്നതായിരിക്കും. കൂട്ടുകാർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കോ ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇനി വീഡിയോസ് കാണുന്നവരെ നന്ദി.